കായംകുളത്ത് നിരവധി പേരെ പേപ്പട്ടി കടിച്ചു. 2 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചത്. 12 പേർക്കാണ് നായയുടെ കടിയേറ്റത്. പടിഞ്ഞാറൻ മേഖലയിൽ പട്ടിശല്യം വളരെ ഇതിന്റെ പ്രമാണിച്ചിട്ട് തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി കത്ത് കൊടുത്തതാണ് ഈ പട്ടികളെ പിടിച്ചു എന്ന്. അപ്പൊ അന്നേരമൊക്കെ അതിനകത്ത് ഒരു അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ വേണം പറയേണ്ടത്. അപ്പൊ അവര് പറയുന്ന ഇതിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കാണിച്ചു കൊടുക്കണം പട്ടിയെ പിടിച്ചുകൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഹെൽത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ ആ കൊടുത്ത പരാതിയുടെ കോപ്പി ഉൾപ്പെടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ 8ഓളം പേരെ കടിച്ചുകൊണ്ട് വന്ന് ഇനി എത്ര പേര് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു, ഇത് മറ്റു പ്രദേശങ്ങളിലോട്ടൊക്കെ. ആ പട്ടി ഇതുവരെ നമുക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ 4ഓളം പേരെ ഇത് ഈ കണ്ണമ്പള്ളി ഭാഗം കൊച്ചുപള്ളി ഭാഗം എന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞുങ്ങളും മദ്രസയും സ്കൂളും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണ്. അത് തന്നെ ഒരു പരിഹാരം കണ്ടെത്താതെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആ റോഡിൽ കൂടെ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കായംകുളത്ത് തുടർച്ചയായ 2ാം ദിവസവും തെരുവുനായുടെ ആക്രമണമുണ്ടായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 8ഓളം പേർക്കാണ് കടിയേറ്റത്. കായംകുളം ഐക്യ ജംഗ്ഷന് വടക്കുഭാഗത്തായിരുന്നു സംഭവം. ഗുരുതരമായി കടിയേറ്റ 3 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ 4 പേരെ തെരുവുനായ കടിച്ചിരുന്നു. നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് ദിനം പ്രതി ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കായംകുളത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 8ഓളം പേരെയാണ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗുരുതരമായ പട്ടികടിയേറ്റ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത്. ഇനി എത്ര പേരെ കടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇന്നലെ തന്നെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ കുഞ്ഞിനെ പരിപാലിച്ചിരുന്ന അമ്മുമ്മയും അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ പടിഞ്ഞാറൻ മേഖല കടന്നു പോകുന്നു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ കായംകുളം താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. ഒരു പട്ടി തന്നെയാണോ എല്ലാവരെയും? ന്യൂസ് ബ്യൂറോ, കായംകുളം.